Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal mushrikun. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണോ, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു അനുഭവം പങ്കുവെക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഖറജ്നാ ഫീ സഫരിൻ, ഞങ്ങൾ കുറച്ച് സ്വഹാബികൾ ഒരു യാത്രക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര പോയി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ്. ആ കൂട്ടത്തിൽ ഒരു ദിവസം രാത്രി ഞങ്ങൾ ഒരു സ്ഥലത്ത് തങ്ങുകയാണ്. ഞങ്ങളോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല. ഫഅസാബ റജുലൻ മിന്നാ ഹജർ ഫശജ്ജഹു ഫി റഅസിഹി, അങ്ങനെ ഒരാൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെ തലയിൽ ഒരു കല്ല് വന്ന് പതിക്കുകയും അയാളുടെ തല പൊട്ടുകയും ചെയ്തു. അന്ന് രാത്രി അയാൾ ഉറങ്ങി. പിറ്റേ ദിവസം അയാൾ എഴുന്നേൽക്കുമ്പോൾ സുമ്മഹ്തലമ, അയാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ കുളി നിർബന്ധമായി. തലയിൽ മുറിവുണ്ട്, കുളി നിർബന്ധമാവുകയും ചെയ്തു. എന്ത് ചെയ്യണം? കുളി നിർബന്ധമായാൽ തല അടക്കം കഴുകണമെന്നുള്ളത് അയാൾക്കറിയാം. പക്ഷെ ഇപ്പോൾ തലയിൽ മുറിവുണ്ട്. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളൊക്കെ സുലഭമായ, എന്തെങ്കിലും സംശയം തോന്നിയാൽ ChatGPT-യോടോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്യാവുന്ന ഒരു കാലഘട്ടമല്ല. മിക്കവാറും കാര്യങ്ങൾക്ക് അറിവുള്ള കുറച്ച് ആളുകളെ ഫിഖ്ഹിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരോട് ചെന്ന് അന്വേഷിക്കണം, അതേ വഴിയുള്ളൂ. അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ചോദിക്കുക. പ്രവാചകൻ അടുത്തില്ല. ഇയാൾ ചോദിച്ചു. ഫസഅല അസ്ഹാബഹു, കൂടെയുള്ളവരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ കുളിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഹൽ തജിദൂന ലി റുഖ്സ ഫി തയമ്മും, എനിക്ക് തയമ്മും ചെയ്യാൻ, കുളിക്കാതെ തയമ്മും ചെയ്തിട്ട് നിസ്കരിക്കാൻ വല്ല റുഖ്സയും ഇളവുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, മാ നജിദു ലക റുഖ്സ വ അൻത തഖ്ദിറു അലൽ മാ, വെള്ളമില്ലെങ്കിലാണ് തയമ്മും ചെയ്യേണ്ടത്. വെള്ളം നിങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇളവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ആ ചെറിയൊരു സംഘം, അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ തന്നെ പണ്ഡിതന്മാരായ ആളുകൾ ഉണ്ടായിട്ട്, ഇപ്പൊ ജാബിർ റളിയല്ലാഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാരുണ്ടായിട്ടും അറിയാതെ ഫത്വ കൊടുത്തു, അറിയാതെ കാര്യം പറഞ്ഞു. ഫഗത്തസല, അയാൾ കുളിച്ചു. ഫമാത്ത, അയാളുടെ മുറിവ് പഴുക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്തു. ഫഖദിംന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉഖ്ബിറ ബിദാലിക്, പ്രവാചകനോട് ഈ സംഭവം പറഞ്ഞു കൊടുത്തു. അപ്പൊ പ്രവാചകന് വളരെയധികം വൈകാരികമായ പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഖതലൂഹു, അവർ ആ മനുഷ്യനെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. ഖതലഹുമുല്ലാ, അല്ലാഹു അവർക്ക് അതിനുള്ള പ്രതിഫലം നൽകട്ടെ. ഖതലൂഹു, ആ മനുഷ്യനെ അവർ കൊന്നു.
കാരണം അത്തരം കാര്യങ്ങളിൽ അറിവുള്ളവരോട് ചോദിച്ചിട്ട് വേണമായിരുന്നു അവർ പറയേണ്ടിയിരുന്നത്. അലാ സഅലു ഇദാ ലം യഅലമു, അവർക്ക് അറിയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നില്ലേ? ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഒന്നും മനസ്സിൽ വെച്ചിരിക്കരുത്, നിഗമിക്കരുത്. പ്രത്യേകിച്ചും മതപരമായ കാര്യങ്ങളാണെങ്കിൽ നമ്മളുടെ നിഗമനങ്ങൾക്കോ ആഗമനങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തിയും ഇസ്ലാമിലില്ല. സംശയം വെച്ച് മനസ്സിൽ വെച്ച് അങ്ങനെ നടക്കാനും ഒരു വിശ്വാസിക്ക് പാടില്ല. അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാനും പാടില്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട്, പഠിച്ചുകൊണ്ട്, അന്വേഷിച്ചുകൊണ്ട്, ചോദിച്ചുകൊണ്ട് അവർക്ക് അറിവുണ്ടാക്കാമായിരുന്നില്ലേ? ഫഇന്നമ, അടുത്ത വാചകം നിങ്ങൾ നോക്ക്, പ്രവാചകൻ പറയാണ് ഫഇന്നമ ശിഫാഉൽ അയ്യി അസ്സുആൽ, അറിവുകേടിൻ്റെ, കഴിവില്ലായ്മയുടെ ശിഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതില്ലായ്മയാക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അസ്സുആൽ, ചോദ്യത്തിലൂടെയാണ്. അറിവുകേടില്ലാതെയൊക്കെ എങ്ങനെയാണ്? അതിന് ശമനമുണ്ടാക്കുക എങ്ങനെയാണ്? ചോദിച്ചിട്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഇന്ന മകാന യക്ഫീഹി അയ്യത്തയമ്മമ വയഅസിറ ഔ യഅസിബ ശക്ക മൂസ അല ജുർഹിഹി ഖിർഖ. ആ മനുഷ്യന് തൻ്റെ കയ്യിലൊരു എവിടെയാണോ മുറിവ് പറ്റിയത്, കയ്യിലാണെങ്കിൽ കയ്യിൽ, തലയിലാണെങ്കിൽ തലയിൽ ഒരു ചുറ്റിയിട്ട്, ഒരു തുണി ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ തയമ്മും ചെയ്താൽ മതിയായിരുന്നു. അയാൾക്ക് കുളിക്കാനുള്ള ഭാഗങ്ങൾ കഴുകാൻ പറ്റുമെങ്കിൽ അത് കഴുകിയിട്ട് ബാക്കി മാത്രം ഒന്ന് തടവിയാൽ മതിയായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ അറിവില്ലായ്മ ഉണ്ട് എന്ന് മാത്രമല്ല, അറിവില്ലായ്മ ചോദിച്ചറിയുകയും ചെയ്യില്ല. അറിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചോദ്യങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത് ഫഇന്നമ ശിഫാഉൽ അയ്യി അസ്സുആൽ, അറിവില്ലായ്മയുടെ ശമനം എന്ന് പറഞ്ഞാൽ അത് ചോദ്യങ്ങളാണ്. ഒരു അറിവ് എന്ന് പറയുന്നത് ഒരു മുറിയാണെങ്കിൽ അതിൻ്റെ വാതിൽ പലകകളാണ് പുസ്തകങ്ങൾ, വായന എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ പള്ളിയിൽ നമുക്ക് ഇതൊരു അറിവിൻ്റെ കേഹമാണെന്ന് വിചാരിക്കുക. അതിലേക്ക് കടന്നു വരണമെങ്കിൽ, അറിവിലേക്ക് കടന്നു വരണമെങ്കിൽ, ആ മുറിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിൻ്റെ ഡോറാണ്, അതിൻ്റെ വാതിലാണ് യഥാർത്ഥത്തിൽ പുസ്തകങ്ങൾ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ആ പുസ്തകങ്ങളാകുന്ന ഡോറുകൾ തുറന്ന് ഒരു മനുഷ്യന് വരണമെങ്കിൽ അതിനൊരു പഴുതുണ്ട്, താക്കോലിടാനുള്ള പഴുത്. ആ പഴുതെന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധിയാണ്. അതുപോലെ തന്നെ ആ പഴുതിലേക്ക് നമ്മൾ ഇടേണ്ട ചാവി എന്ന് പറഞ്ഞാൽ അത് ഭാഷയാണ്. എത്ര ഭാഷ നമ്മൾ പഠിക്കുന്നോ അത്രയും അറിവ്, അത്രയും വാതിലുകൾ നമുക്ക് തുറന്നു പോകാൻ കഴിയും. അപ്പോൾ അറബി ഭാഷ പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അറിവ് ഇസ്ലാമിൽ ഉണ്ടാക്കാൻ കഴിയും. കാരണം അവന് താക്കോലുകൾ അധികരിച്ചു. ആ ചാവിയുടെ പല്ലുകൾ എന്ന് പറയുന്നത് അത് ചോദ്യങ്ങളാണ്. ഏറ്റവും ചുരുങ്ങിയത് അത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം. എന്താണ് ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്? എന്ത്, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതാണ് ഈ വാതിൽ തുറക്കാനുള്ള ചാവിയുടെ പല്ലുകൾ എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് ഈ താക്കോലുണ്ട്, പക്ഷെ അത് തുറക്കണമെങ്കിൽ, ആ വാതിൽ തുറയണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. ആ ചാവിക്ക് പല്ലുകളുള്ളത് പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ മനസ്സിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു വിജ്ഞാന ജിജ്ഞാസ ഉണ്ടാകണം, നമുക്ക് അന്വേഷണ ത്വരയുണ്ടാകണം. അറിവ് എനിക്കില്ല എന്ന ബോധ്യം അതിനാദ്യം വേണം. എന്നിട്ട് അത് അന്വേഷിക്കണമെന്നുള്ള ഒരു ചിന്ത, ഒരു ത്വര ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടാകണം. അതാണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റി. കുട്ടികളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ കേട്ട് നമ്മൾ ആ കുട്ടികളെ ഇനി ചോദിക്കണ്ട എന്നങ്ങോട്ട് പറയും. പക്ഷെ ആ അന്വേഷണത്വരെ നമ്മൾ കെടുത്തിക്കളയേണ്ടതല്ല. നമുക്കും വേണ്ട ഒരു കാര്യമാണത്. നമ്മൾക്കും ചോദ്യങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരു മനുഷ്യന് അറിവ് നേടണമെന്നുള്ള ജിജ്ഞാസ മനസ്സിലുണ്ടാവുകയും അതിനുവേണ്ടി ഒരു പാതയിൽ പ്രവേശിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള പാത അവന് എളുപ്പാക്കി കൊടുക്കും. അതിൻ്റെ ബാക്കി പ്രവാചകൻ പറയാണ് വഇന്നൽ മലായികത ലതലഉ അജ്നിഹതഹാ റിളൻ ലിത്വാലിബിൽ ഇൽമ്. അറിവ് അന്വേഷിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനോടുള്ള തൃപ്തി കൊണ്ട് മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കും. അപ്പോൾ മലക്കുകൾ ചിറകുകൾ വിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ രണ്ട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ അതിന് നൽകിയത് കാണാൻ സാധിക്കും. ഒന്ന്, അവരോട് അത്രയും ഇഷ്ടവും മമതയും ഈ മലക്കുകൾക്കുണ്ടാവും.
അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ അത്രയധികം ഇഷ്ടമുണ്ടാവും. നമ്മൾ കുട്ടികളൊക്കെ വരുമ്പോൾ അവരെ കെട്ടിപ്പിടിക്കുന്നത്, പുണരുന്നത് അത്ര ഇഷ്ടം അവരോട് തോന്നിയിട്ടില്ലേ? അതുപോലെ അറിവ് നേടുന്ന, അറിവിന് വേണ്ടി കൂടിയിരിക്കുന്ന ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്ന, അതിൽ പങ്കെടുക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇഷ്ടം മലക്കുകൾക്ക് അവരോട് ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമതൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അവരെ മറ്റു പിശാചുക്കളെ പോലെയുള്ള മനുഷ്യരിൽ വഴികേടുകളിലേക്ക് നയിക്കുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ പലതിലേക്കും വഴിതിരിച്ചു വിടുന്ന സമയത്ത് ഒരു പ്രൊട്ടക്ഷനായിക്കൊണ്ട് അവരുടെ മുകളിൽ മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തേടിക്കൊണ്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് രണ്ടും വേണം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് വേണം, മലക്കുകൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മലക്കുകൾ നമ്മളോട് അത്രയും ഇഷ്ടമുള്ള, സ്നേഹമുള്ള, നമ്മളിൽ തൃപ്തിപ്പെട്ടവരായിക്കൊണ്ട് നമ്മളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ വേദിയിലേക്ക്, അതിൻ്റെ സദസ്സുകൾ ഉണ്ടാക്കാൻ, അതിലേക്ക് പങ്കെടുക്കാൻ, ഈ അന്വേഷണങ്ങൾ മനസ്സിൽ വെക്കാൻ എപ്പോഴും നമുക്കുണ്ടാവണം. നമ്മളൊക്കെ മനസ്സിലിപ്പോൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ അവധി ദിവസങ്ങളാണ്, പല ആളുകൾക്കും, കുട്ടികൾക്കും മുഴുവനുമായും, അതുപോലെ തന്നെ മുതിർന്നവർക്ക് പലർക്കും അവധിയാണ്. ഈ അവധിക്കാലത്ത് നമ്മളുടെ മനസ്സിൽ എന്താ ഉള്ളത്? നമ്മളുടെ മനസ്സിൽ പല ചോദ്യങ്ങളുണ്ട്. ആ സ്ഥലം, ആ ഡെസ്റ്റിനേഷൻ, ആ ഹോട്ടലിലെ ഭക്ഷണം, ആ സ്ഥലത്തെ വിസിറ്റിംഗ്, എല്ലാവരും ടൂറിസ്റ്റുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം, അതെങ്ങനെയുണ്ട്? ആ ചോദ്യം നമ്മളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടൂർ പോകുന്നത്, നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ഭക്ഷണം കഴിക്കുന്നത്, പുതിയ പുതിയ അനുഭവങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണ ത്വര, ആ അനുഭവിക്കാനുള്ള ത്വര, ആ അന്വേഷണ ത്വര മതത്തിൻ്റെ കാര്യത്തിൽ വരേണ്ട, അറിവുണ്ടാക്കുന്ന കാര്യത്തിൽ വരേണ്ട അവധി ദിവസങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. നമ്മളുടെ പള്ളികൾ, അതുപോലെ അനുബന്ധമായ ഇടങ്ങളിൽ അവിടെയൊക്കെ മോറൽ സ്കൂളുകൾ ഉണ്ടാവണം, ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടാകണം, റെസിഡൻഷ്യൽ ക്യാമ്പുകൾ ഉണ്ടാകണം, ആളുകൾക്ക് അന്വേഷിക്കാനും ചോദിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളതൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു അന്വേഷണത്വര എന്ന് പറയുന്ന ഏറ്റവും വലിയ വിശേഷണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമുക്ക് എത്രയോ കാര്യങ്ങളിൽ അജ്ഞത നമുക്കുണ്ട്. രണ്ട് തരം അജ്ഞതകൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന് ജഹല് മുറക്കബാണ്, മറ്റൊന്ന് ജഹല് ബസീത്താണ്. ജഹല് ബസീത്ത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് അറിയേയില്ല, അതിനെപ്പറ്റി ഒരു വിവരവുമില്ല. അങ്ങനത്തെ എത്രയോ കാര്യങ്ങളുണ്ട്. ഇതെന്തുകൊണ്ട് നമുക്ക് അറിവില്ല എന്ന് നമുക്ക് തോന്നുന്നു? അറിവില്ല എന്ന് തോന്നണമെങ്കിൽ, അറിവില്ല എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അല്പം അറിവ് നമുക്കുണ്ടാവണം. ഇത് സാധാരണഗതിയിൽ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നതാണ്. ഡങ്കൻ ക്രൂഗർ എഫക്റ്റ് എന്നാണ് ഇതിന് പറയുക. അത്യാവശ്യം എനിക്ക് അറിവില്ല എന്ന് ഒരു മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ, ഇന്ന മേഖലയിൽ എനിക്ക് അറിവില്ല എന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ചൊക്കെ അറിവ് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് അറിവില്ല എന്നുള്ളത്. നമുക്ക് അറിവുകേടിൻ്റെ അടയാളമായിക്കൊണ്ടാണ് നമുക്ക് അറിവുണ്ട് എന്ന് തോന്നുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജഹല് ബസീത്തായിട്ടുള്ള, ഒന്നും അറിയാത്ത പല മേഖലകളും നമുക്കുണ്ട് എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങണം. ജഹല് മുറക്കബ് നമുക്കുണ്ടാകും. അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ തെറ്റായ അറിവാണ്, ശരിയായ രൂപത്തിലല്ല, തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനത്തെ അറിവുകേട് നമുക്കുണ്ട്. ഇത് രണ്ടും പല മേഖലയിലും നമുക്കുണ്ട് എന്നുള്ളതാണ്. വിശ്വാസികളുടെ കൂട്ടത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ പോലും തെറ്റുകൾ പലതും വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ഇതെങ്ങനെ മനസ്സിലാവുക? അത് പഠിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ, ക്ലാസ് കേൾക്കുമ്പോൾ, അഖീദയുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മൾ പൊതുവായ സംസ്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് കേൾക്കുക. ഖുത്ബയാണെങ്കിലും അതുപോലെയുള്ള ക്ലാസ്സുകളാണെങ്കിലൊക്കെ നമ്മൾ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് ക്ലാസ്സുകൾ കേൾക്കുക. നന്നാവാൻ വേണ്ടി, പരലോകത്തെ പറ്റി ചിന്ത ഉണ്ടാവാൻ വേണ്ടി, ദിക്റിനെ പറ്റി, അതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നില്ല. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് അറിവുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുക. പ്രത്യേകമായി പഠിക്കുക, വിശ്വാസ കാര്യങ്ങൾ പ്രത്യേകമായി പഠിക്കുമ്പോൾ അഖീദയുടെ ക്ലാസ് ഒരു 5-6 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അഖീദയിൽ, വിശ്വാസത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ കൃത്യമായി പഠിച്ചിട്ടില്ല എന്നുള്ളത്. കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം പല അറിവുകളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് പ്രത്യേകം പഠിക്കണം. സക്കാത്തിൻ്റെ വിഷയത്തിൽ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, ജമ്മുവും കസറും ആക്കുന്ന വിഷയത്തിൽ, ഇങ്ങനെ എത്രയോ വിഷയങ്ങൾ, മറവിയുടെ സുജൂദിൻ്റെ വിഷയത്തിൽ ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ മറവിയുടെ സുജൂദ് ഇങ്ങനെയായിരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. അപ്പം ആ വിഷയമേ അറിയില്ല. ഏതോ മദ്രസയിൽ പഠിച്ച ഒരു അകലെയുള്ള അറിവ്, മങ്ങിയ ഒരു അറിവ് മാത്രമേ ജമ്മു കസറിൻ്റെ വിഷയത്തിലുള്ളൂ, സഹവിൻ്റെ സുജൂദിൻ്റെ വിഷയത്തിലുള്ളൂ. അതിനപ്പുറം പഠനങ്ങൾ പോയിട്ടില്ല.
അപ്പം ഇതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം. അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള, അതിനെ പ്രത്യേകമായി പഠിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ കേട്ടാലേ നമുക്കതിൽ അറിവുണ്ടോ ഇല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അശുദ്ധിയുടെ കാര്യം മിക്കവാറും മനുഷ്യന്മാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ, അറിവുകേടിലാണ്. അശുദ്ധി എപ്പോഴാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് നിസ്കരിക്കാൻ പറ്റുക, ആർത്തവവും ഹൈലുൻ നിഫാസും ഒക്കെ ആയി ബന്ധപ്പെട്ട ഹുക്കുമകൾ എന്താണ്, ഇതൊന്നും മിക്കവാറും ആളുകൾക്ക് അറിയില്ല. അത് പഠിച്ച, അത് സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ വളരെ കുറച്ചേ നമ്മുടെ സമൂഹത്തിലുള്ളൂ. നിസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് ശുചിത്വം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിസ്കാരം ശരിയാവണമെങ്കിൽ, നിസ്കാരം ഇല്ലെങ്കിൽ നമ്മൾ നരകത്തിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരു നിസ്കാരം പോലും, ഒരു വക്ത് പോലും ശരിയായി നിസ്കരിച്ചിട്ടില്ല. കാരണം എന്താ? ശുദ്ധിയെപ്പറ്റി കൃത്യമായ അറിവില്ല, തയമ്മുമിനെ പറ്റിയ അറിവില്ല, അതുപോലെ തന്നെ വുദൂഇനെ പറ്റിയ അറിവില്ല. ഇമാം മാലിക് റഹിമുല്ല, അദ്ദേഹം മരിച്ചപ്പോൾ ഇമാം ഷാഫിയോട് ചോദിച്ചു, ഇമാം മാലിക്കിനെ ഒരു വരിയിൽ നിങ്ങളൊന്ന് വിശേഷിപ്പിക്കുമെന്ന് ചോദിച്ചു. ഒരു വരിയിൽ ഒരു പണ്ഡിതനെ, ഈ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇമാം മാലിക്. അദ്ദേഹത്തെ ഒരു വരിയിൽ നിങ്ങൾ വിശദീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാഫി പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ വുദു എടുത്തത് അതുപോലെ കൃത്യമായി വുദു എടുക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഇമാം മാലിക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും പ്രാധാന്യം വുദുവിൻ്റെ കാര്യത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാ മനസ്സിലാക്കിയിരുന്നു എന്ന് മാത്രമല്ല, ഒരു പണ്ഡിതൻ്റെ വിശേഷണമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് അതാണ്. അപ്പം അത്രയും പ്രധാനപ്പെട്ട കാര്യമാണത്. അശുദ്ധിയുടെ കാര്യം, ലൈംഗികതയുടെ കാര്യം, എന്തൊക്കെ ലൈംഗികതയിൽ ചെയ്യാൻ പറ്റും, പറ്റൂല, ഇതൊക്കെ നാണമുള്ളത് കൊണ്ട്, ഇതൊക്കെ എങ്ങനെ ചോദിക്കുക എന്ന് മനസ്സിലാക്കിയത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ആളുകൾ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈംഗിക വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ, മിസ്റ്റേക്കുകൾ നമ്മുടെ ജീവിതത്തിൽ, അത് മതപരമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും ആളുകൾക്ക് നാണവും മടിയും കൊണ്ട് അത് പഠിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ നിങ്ങൾ നോക്ക്, ബാബ് അൽ ഹയാഉ ഫിൽ ഇൽമ്, അറിവിൽ നാണമുണ്ടാകുക, ലജ്ജയുണ്ടാകുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായമുണ്ട്. ഹയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സ്തുത്യർഹമായ വിശേഷണമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അറിവിൻ്റെ കാര്യത്തിൽ നാണം പാടില്ല, അറിവിൻ്റെ കാര്യത്തിൽ നാണം പാടില്ല. മുജാഹിദ് റഹിമുള്ളയുടെ വാചകം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അധ്യായത്തിൻ്റെ ശീർഷകത്തിൽ തന്നെ കൊടുത്തു. എന്താണ് മുജാഹിദ് റഹിമുള്ള പറയുന്നത്? ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹി വലാ മുസ്തക്ബിർ, അഹങ്കാരിയും നാണിക്കുന്നവൻ ലജ്ജയുള്ളവനും അറിവ് നേടുകയില്ല. അപ്പം നമുക്കൊക്കെ അറിവുണ്ട്, നമ്മളെക്കാൾ വലിയതൊന്നുമല്ല ഈ വരുന്ന ആള് എന്ന് ചിന്തിച്ചവൻ പഠിക്കില്ല. നമ്മളെക്കാൾ വലിയ അറിവുള്ളവരാണ് എൻ്റെ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർക്ക്, വിനയമുള്ളവർക്ക് അറിവ് കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ എന്താണ്? മുസ്തഹിക്ക് കിട്ടില്ല. നാണിച്ച് ചോദിക്കണോ വേണ്ടേ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അറിവ് കിട്ടില്ല എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബികളായ സ്ത്രീകൾ, അവരുടെ വിശേഷണമായിക്കൊണ്ട് ഇമാം ബുഖാരി ആ അധ്യായത്തിൽ കൊടുത്ത ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ ബീവിയുടെ അടുത്ത് വന്നിട്ട് അൻസാരി പെണ്ണുങ്ങൾ ആർത്തവത്തെ പറ്റി ചോദിച്ച് പഠിക്കുകയാണ്. ആ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ശുദ്ധിയാക്കണം, എപ്പോഴൊക്കെയാണ് ആർത്തവം, എത്ര ദിവസമാണ്, ദിവസം തെറ്റി വന്നാൽ എന്താണ് വിധി, ഇങ്ങനെ എത്രയോ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ആയിഷ ബീബി പറയാണ്, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാണ്. ലം യകുൻ യംനഉഹുന്നൽ ഹയാഉ അൻ യസ്അൽന അനിദ്ദീനി വഅൻ യതഫഖഹന ഫീഹി, മതകാര്യത്തിൽ പാണ്ഡിത്യം നേടുക, അറിവ് നേടുക എന്നുള്ളതിന് നാണം അവർക്കൊരു തടസ്സമേ അല്ല. അതാണ് അവർ നല്ല പെണ്ണുങ്ങളാണെന്ന് പറയാൻ കാരണം. അപ്പം ചോദിച്ചറിയാൻ സാധിക്കണം. ആയിഷ ബീവിയുടെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ പല കാര്യങ്ങളും ഇങ്ങനെ ശുചിത്വത്തെ പറ്റി ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദിക്കുന്നത്. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ബയോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു, അവരുടെ ജൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട, അനാട്ടമിയുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ പ്രവാചകന് പറയാൻ കുറച്ച് മടിയായി. അപ്പം ആയിഷ ബീവി അവരെ കൊണ്ടുപോയി അവർക്ക് പറഞ്ഞു കൊടുത്തു, പെണ്ണുങ്ങളുടെ ശരീരം എങ്ങനെയാണ്, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആയിഷ ബീവിക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പെണ്ണുങ്ങളിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി. എന്നിട്ട് സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളാണെങ്കിൽ കൂടുതൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ആയിഷ ബീവിക്ക് അവരുടെ നേരെ ചൂണ്ടിക്കാണിച്ച് അവരോട് ചോദ്യം ചോദിക്കാനുള്ള അവസരം നമ്മളുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പെണ്ണശുദ്ധി എന്ന് പറയുന്ന വിഷയം ആർത്തവവും പ്രസവരക്തവും ഒക്കെയായി ബന്ധപ്പെട്ട, രക്തസ്രാവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു പെണ്ണ് എവിടെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? കുറച്ചു കാലം മുമ്പ് ഞാൻ മതപരമായ വിദ്യാഭ്യാസം ഇഷ്ടപ്പെടുന്ന, അത് പഠിക്കാൻ താല്പര്യമുള്ള ഒരു 10-20 വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ, അവരെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഫിഖ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ചില വിഷയങ്ങളുടെ അതിൽ പെട്ടതാണ് ആ പെണ്ണശുദ്ധി എന്ന് പറയുന്നത്.
അശുദ്ധിയും ശുചിത്വവും ഒക്കെ ബന്ധപ്പെട്ടത്. അതിൽ ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ടുവന്ന് തരാം ക്ലാസ് എടുക്കാൻ. നിങ്ങളത് പഠിച്ച് മറ്റു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ നിങ്ങൾ ആ വിഷയത്തിൽ അറിവാർജിക്കണം. അങ്ങനെ ഞാൻ ഒരു സംരംഭം ഉണ്ടാക്കി. ആ സംരംഭത്തിനുള്ള ലിങ്ക് ഗൂഗിൾ ലിങ്കൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാമോ, അതിലേക്ക് അത്തരം വിഷയങ്ങൾ പഠിക്കാനും പാണ്ഡിത്യം നേടാനും എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അഭിപ്രായം അർപ്പിച്ച എത്ര പെൺകുട്ടികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരൊറ്റ ആൾ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി പോലും എനിക്ക് ആ വിഷയത്തിൽ പഠിക്കണമെന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ചോദ്യങ്ങളും അറിവ് നേടണമെന്ന ത്വരയും ജിജ്ഞാസയും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ജീവിതത്തിൽ പാടില്ല എന്നുള്ളത്. അറിയാൻ വേണ്ടി തന്നെയായിരിക്കണം നമ്മൾ ചോദിക്കുന്നത്. വേറൊരു കാര്യത്തിനും ചോദിക്കാനും പാടില്ല. ചോദ്യത്തിന് കുറച്ച് മര്യാദകളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അറിയാൻ വേണ്ടി ചോദിക്കുക, പഠിക്കാൻ വേണ്ടി ചോദിക്കുക, ഇതല്ലാതെ ഒരു മനുഷ്യനെ അളക്കാൻ വേണ്ടി ചോദിക്കുക. ചില ആളുകൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ ആൾക്കാരെ ആക്കാൻ വേണ്ടി ചോദിക്കുക. ഇതൊന്നും ഇസ്ലാമികമായ മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ സ്വഭാവമല്ല. വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ, ഇസ്രായേലിൽ ഒരു വലിയ വിഭാഗം മൂസാ നബി അലൈഹി ഇസ്ലാമയെ ബുദ്ധിമുട്ടിച്ചിരുന്നത് ഈ ചോദ്യങ്ങൾ കൊണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറ എന്ന അധ്യായത്തിന് പേര് തന്നെ വരാൻ കാരണം എന്താണ്? മൂസാ നബി അലൈഹി ഇസ്ലാം പറയുകയാണ്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബക്കറ. നിങ്ങൾ ഒരു പശുവിനെ അറുക്കണമെന്ന് അള്ളാഹു വിധി കൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യമൊക്കെ നിങ്ങൾ തഫ്സീറിൽ നോക്കിയാൽ പലതും കാണാം. ഏതോ ആകട്ടെ സാഹചര്യം, പശുവിനെ അറക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പറയുകയാണ്. ഇത് പറഞ്ഞപ്പോൾ അവരുടെ ആദ്യത്തെ ചോദ്യം, അതത്തഖിദുഹാ ഹുസ്വ, നീ കളിയാക്കുകയാണോ? താങ്കൾ ഞങ്ങളെ കളിയാക്കുകയാണോ? ഇതൊരു തമാശയാണോ എന്നാണ് അവർ ചോദിച്ചത്. കാരണം അതുമായി ബന്ധപ്പെട്ട വിധികൾ തഫ്സീറുകളിൽ പറയുന്നത്, ഒരു മനുഷ്യനെ കൊല്ലപ്പെട്ടപ്പോൾ ആ കൊല്ലപ്പെട്ട മനുഷ്യനെ അയാളുടെ മേൽ മാംസം മുറിച്ചുകൊണ്ട് അത് അയാളുടെ മേത്തടിച്ചാൽ അയാൾ എഴുന്നേറ്റ് എന്ന് പറയും, ആരാണ് എന്നെ കൊന്നത് എന്നാണ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്നാണ് ചില തഫ്സീറുകളിൽ കാണുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാര്യം സംഭവിക്കുക എന്നുള്ളത് നടക്കുന്നതാണോ, ഇത് മൂസാ നബി വെറുതെ ഉണ്ടാക്കുന്നതാണോ എന്ന സംശയം ജൂതന്മാരുടെ മനസ്സിലുണ്ടാവാണ്. ആ സംശയത്തിൻ്റെ ഒരു വകുപ്പും ഇല്ലാത്ത രൂപത്തിൽ കടൽ പിളർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ പാറയിലടിച്ച് 12 അരുവികൾ കാണിച്ചു കൊടുത്ത മൂസാ നബിയോടാണ് ഇതേ ചോദ്യം ഇവർ ചോദിക്കുന്നത്. ഏതായിരുന്നാലും അത് പറഞ്ഞപ്പോൾ അവർക്കിത് ചെയ്യാൻ വയ്യ, അവർക്കിത് ചെയ്യേണ്ട. മനസ്സിൽ അങ്ങനെ ഉണ്ടാവുമ്പോൾ പല ചോദ്യങ്ങളും വരും. എനിക്ക് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയുന്നവന് ഒരുപാട് സംശയങ്ങളായിരിക്കും മനസ്സിൽ. സക്കാത്തിന് അങ്ങനെ വരുമോ, ഇങ്ങനെ വരുമോ, ഒരുപാട് മസ്അലകൾ ഫിഖ്ഹുകളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരും, ചോദ്യങ്ങൾ ഇങ്ങനെ വരും. അങ്ങനെ ചോദ്യം ചോദിച്ചത് വേണ്ട എന്നുള്ള രൂപത്തിൽ, അക്കീഖ അറുക്കണ്ട, അല്ലെങ്കിൽ ഫിഖ്ഹിയായ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ കുറേ സംശയങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പിന്നിലോടും. ഇതേ കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത്. അവരെന്താ പറഞ്ഞത്? ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാഹി. ഓക്കെ, ഞങ്ങൾ പശുവിനെ അറുക്കാം, പക്ഷെ എങ്ങനെയുള്ള പശുവാണ് എന്ന് നിന്റെ രക്ഷിതാവിനോട് നീ ചോദിക്കണം. നിന്റെ രക്ഷിതാവ് എന്നാണ് ഇസ്രായേലിയർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് പ്രായം കൂടിയതോ അല്ലെങ്കിൽ കുറഞ്ഞതോ ആയ പശുവിനെ അല്ല, അതിനിടത്തരമായിട്ടുള്ള പശുവിനെയാണ് നിങ്ങൾ അറുക്കേണ്ടത്. ഫഫ്അലു മാ തുഅ്മറൂൻ. ഇത്ര കൽപ്പന കിട്ടിയില്ലേ, ഇത് നിങ്ങൾ ചെയ്യ്, അധികം ഇനി ചോദിക്കല്ലേ എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടും അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവർ പറഞ്ഞു, ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹ. അതിൻ്റെ നിറമെന്താണ് എന്ന് പറഞ്ഞതാ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അത് ആളുകൾക്ക് കൗതുകം തോന്നുന്ന രൂപത്തിലുള്ള തെളിഞ്ഞ മഞ്ഞ നിറമുള്ള പശുവിനെയാണ് പറഞ്ഞത്. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാഹി. അങ്ങനത്തെ കുറേ പശുക്കളെ കാണുന്നുണ്ട്, അതിൽ ഏതാണ് സ്പെഷ്യലായിട്ട് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അത് ഒഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പശുവല്ല, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നല്ല എന്നൊക്കെ കുറേ വിശേഷണങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവർക്ക് അവസാനം ചോദ്യമില്ലാതെയായി. അപ്പോൾ അവർ പറഞ്ഞു, ഖാലുൽ ആന ജിഅ്ത ബിൽ ഹഖ്. ഇപ്പോഴാണ് ശരിക്കും ഏതാണ് പശു എന്ന് താങ്കൾ പറഞ്ഞത്, ഇനി ഞങ്ങൾ അറുത്തുകൊള്ളാം എന്ന് അവർ പറയുകയും അത്തരമൊരു പശുവിനെ അന്വേഷിച്ച് കുറേ കാലം നടക്കുകയും ചെയ്തു. ഖുർആൻ പറയാണ്, വമാ കാദു യഫ്അലൂൻ. അവർക്കത് ചെയ്യാൻ സാധിക്കാതെയായി, അത്രയും അവർക്ക് കഷ്ടപ്പെടേണ്ടി വന്നു ഈ പശുവിനെ കിട്ടാൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഖണ്ഡിതമായി പറയുന്ന കാര്യങ്ങൾ പിന്തുടരുക, അതനുസരിക്കുക എന്നതല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അമിതമായ ചോദ്യങ്ങൾ ചോദിക്കുക, അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നമ്മൾ നിർത്തേണ്ടതാണ് എന്നുള്ളതാണ്.
അള്ളാഹുവിൻ്റെ റസൂലിന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിലെ 97-ാമത്തെ ആയത്തിറങ്ങി, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ഓരോ മനുഷ്യന്മാർക്കും ബാധ്യതയായിട്ടുള്ളത് ആണ് ഹജ്ജ് ചെയ്യുക എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, അക്കുല്ല ആമീൻ യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂലെ എല്ലാ വർഷവും ഞങ്ങൾ ഹജ്ജ് ചെയ്യണോ? ആ ചോദ്യം അവിടെ ചോദിക്കേണ്ടതില്ല. ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എല്ലാ വർഷവും ചെയ്യണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതിരുന്നു. അയാൾ വീണ്ടും ചോദിച്ചു, അഫീ കുല്ലി ആം, എല്ലാ വർഷവും ചെയ്യണോ? പ്രവാചകൻ മിണ്ടിയില്ല. മൂന്നാമത്തെ തവണയും അയാൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലൗ ഖുൽതു നഅം, അതേ എന്ന് ഞാനിവിടെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങളുടെ മേൽ വാജിബാക്കും, നിർബന്ധാക്കും. അതുകൊണ്ട് അങ്ങനെ നിർബന്ധാക്കി എല്ലാ കൊല്ലവും ഹജ്ജ് പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കൂല. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാതെ വിട്ടേച്ച് പോയിട്ടുണ്ട്, അത് നിങ്ങൾ വിടിയ, അതിൻ്റെ പിന്നിൽ അന്വേഷിച്ച് പോകേണ്ടതില്ല. മുൻകഴിഞ്ഞ കാലഘട്ടത്തിൽ ഇസ്രായേലരെ പോലെയുള്ള ആളുകൾ നശിക്കാൻ കാരണം അവരുടെ ചോദ്യങ്ങളുടെ ആധിക്യവും ആ ആധിക്യം കാരണം അവർക്ക് ചെയ്യാൻ കഴിയായ്മ, പ്രവാചകന്മാരെ പിന്തുടരാൻ കഴിയായ്മയെ സംഭവിച്ചു എന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. ചില സ്കൂളുകളിലും മറ്റും ഒക്കെ നമുക്ക് അനുഭവമുള്ളതാണ്. അധ്യാപകർ ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലൊരു വിദ്യാർത്ഥി ചോദിക്കും, എല്ലാ പാഠത്തിൻ്റെയും ചെയ്യണോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുടെ ആളുകൾക്ക് പ്രയാസകരമായ രൂപത്തിലേക്ക് ആ ഹോംവർക്കിനെ മാറ്റാൻ ആ ചോദ്യം ചിലപ്പോൾ ഉപകാരപ്പെടും. ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പാടില്ല. നമ്മുടെ ചോദ്യങ്ങൾ ആശ്വാസം നൽകുന്ന, പുണ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ചെയ്യാനും കഴിയുന്ന ചോദ്യങ്ങളായിരിക്കണം. അത്തരം ചോദ്യങ്ങളിലേക്ക് നമുക്ക് തിരിയാൻ കഴിയണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്രയോ ദിക്റുകൾ, ദുആകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു പഠിച്ചു. ആ ദുആകളും ദിക്റുകളൊക്കെ നമ്മളും ഇന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്കും അതിലുപരി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനും കിട്ടാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ നന്മയാണ്. അത്തരം ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ, അന്വേഷിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ലഖദ് ളലൻതു യാ അബൂ ഹുറൈറ അൻ തസ്അലനി അൻ ഹാദൽ ഹദീസി അഹദുൻ അവ്വൽ മിൻക്, താങ്കളെക്കാൾ മുമ്പ് ഈ ചോദ്യം ചോദിക്കും എന്ന് ഞാൻ ഒരാളെ പറ്റിയും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ താങ്കളാണ് ആദ്യം ചോദിക്കാമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ പ്രവാചകൻ പറഞ്ഞ രൂപത്തിലുള്ള ചോദ്യങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആദ്യത്തെ അന്വേഷണത്തിൻ്റെ തുടക്കം, അതിൻ്റെ ചോദ്യത്തിൻ്റെ ആരംഭം നമ്മളുടെ പള്ളികളിലും നമ്മളുടെ സംഘടനകളിലുമൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നല്ല ചോദ്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ പല ക്ലാസ്സുകളും നടത്താറുണ്ട്. എന്തുകൊണ്ട് ഒരു ചരിത്രത്തിൻ്റെ പഠനം എന്തുകൊണ്ട് നമ്മളുടെ നാടുകളിൽ നടത്തിക്കൂടാ, നമ്മളുടെ സദസ്സുകളിൽ ഉണ്ടായിക്കൂടാ? ചരിത്ര പഠനം, നമ്മൾക്ക് സ്വഹാബികളുടെ ചരിത്രമാണോ? സ്വഹാബികളുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ താബികളുടെ ചരിത്രം നമുക്കൊന്ന് പഠിക്കാം. കുറച്ച് താബികളെ പരിചയപ്പെടാം. ഇപ്പം മുജാഹിദ് എന്ന് ഞാൻ ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞു. ആരാണ് ഈ മുജാഹിദ്? അദ്ദേഹം സ്വഹാബിയല്ല. പക്ഷേ മഹാനായ ഇബ്നു അബ്ബാസിൻ്റെ വീട്ടിൽ 6 കൊല്ലമോ 5 കൊല്ലമോ ഒക്കെ താമസിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ ഓരോന്നും ഓതി, ആയത്തുകളുടെ ഓരോന്ന് തഫ്സീറും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചൊരു താബിയാണ് മുജാഹിദ്. അപ്പോൾ അവരെ പറ്റി പഠിച്ചാലോ? അങ്ങനെയുള്ള പഠനാന്വേഷണങ്ങളുടെ ആരംഭമായിക്കൊണ്ട് നമ്മളുടെ ചോദ്യങ്ങൾ, നമ്മളുടെ ജിജ്ഞാസ നമ്മുടെ സമൂഹത്തിൽ വരണം. അങ്ങനെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കൂടെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിവ് നൽകുന്നവരായിക്കൊണ്ട് നമ്മളുടെ ചോദ്യങ്ങൾ കൊണ്ട് ആളുകളെ മാറ്റും. അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നന്മ നിറഞ്ഞ ചോദ്യങ്ങളുള്ള മനുഷ്യന്മാരിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഇന്ന് നമ്മളുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട കളക്ഷനാണ്. അതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. MSMൻ്റെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ മെമ്പർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഏവർക്കും അറിയാമായിരിക്കും. നമ്മളുടെ ഇടയിലുള്ള വിദ്യാർത്ഥിനികൾ ഇവരെയൊക്കെ അതിൽ മെമ്പർഷിപ്പ് ചേർക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന്, അതിനുവേണ്ടി തയ്യാറാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കാനൻ നാസു യസ്അലൂന അൻ റസൂലില്ലാ അനിൽ ഖൈർ. ജനങ്ങളെല്ലാവരും ഒരേപോലത്തെ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. എല്ലാവരും ഖൈറിനെ പറ്റി, നന്മയെ പറ്റിയിട്ട് അറിയാൻ വേണ്ടി ചോദിക്കുമായിരുന്നു. പക്ഷെ ഞാൻ കുൻതു അസ്അലുഹു അനി ശർരി, ഞാൻ പ്രവാചകനോട് ചോദിച്ചിരുന്നത് ഷെറിനെ പറ്റിയാണ്, ദോഷങ്ങളെ പറ്റിയാണ്, തിന്മകളെ പറ്റിയാണ് ഞാൻ ചോദിച്ചിരുന്നത്. എന്തുകൊണ്ട്? മഖാഫത്തൻ അൻ യുദ്രികനി, എനിക്കത് ബാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മളുടെ ശ്രദ്ധ, നമ്മളുടെ ചിന്ത പോയിട്ടില്ലാത്ത, നമുക്ക് ഉപകാരപ്രദമായ പല മേഖലകളുണ്ടാവും. അവിടെ ചോദ്യങ്ങൾ നമ്മളാൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഹുദൈഫ റളിയല്ലാഹുവിൻ്റെ ഈ ഒരു സംഗതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാവുന്നത്. കിതാബ് ഉൽ ഫിത്തൻ എന്ന് പറയുന്ന അധ്യായങ്ങൾ ബുഖാരിയിലാകട്ടെ മുസ്ലിമിലാകട്ടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഫിത്നകളെപ്പറ്റി, കുഴപ്പങ്ങളെപ്പറ്റി, പരീക്ഷണങ്ങളെപ്പറ്റി, അന്ത്യനാളിനെപ്പറ്റി ഒക്കെയുള്ള ഹദീസുകൾ മിക്കവാറും ഹുദൈഫ റളിയല്ലാഹുവിൻ്റെ ഹദീസുകളായിരിക്കും. എന്തേ കാരണം? അദ്ദേഹം നന്മയെപ്പറ്റി ചോദിക്കുന്നതിന് പകരം ജനങ്ങളുടെ ചിന്തകൾ പോകാത്ത, ജനങ്ങളുടെ ശ്രദ്ധ പോയിട്ടില്ലാത്ത മേഖലകൾ അന്വേഷിച്ചു എന്നുള്ളതാണ്. അപ്പം അത്തരം ബുദ്ധി നമുക്കുണ്ട് എങ്കിൽ, വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട് എങ്കിൽ, ആ ബുദ്ധി കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതേസമയം നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത ചില മേഖലകളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിധികളെ പറ്റി ചോദിക്കുക എന്നുള്ളത്. അള്ളാഹിൻ്റെ വിധിയെപ്പറ്റി ചോദ്യം ചെയ്യുക, നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യുക, ഇതൊന്നും നമുക്ക് പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്കിറക്കിയ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹിൻ്റെ യുക്തിയുടെ, പ്ലാനിൻ്റെ ഒരു ഭാഗമാണ് എന്ന് അള്ളാഹു ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു ആ പ്ലാന്? എന്തായിരുന്നു അള്ളാഹിൻ്റെ യുക്തി? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചു, എന്താ അള്ളാഹിൻ്റെ യുക്തി അതിൽ? എന്തുകൊണ്ട് ഭൂമി കുലുക്കുണ്ടായി? എൻ്റെ അടുത്ത പ്രദേശത്ത് എന്തുകൊണ്ട് വെള്ളപ്പൊക്കമുണ്ടായി? അതിലെത്രയോ ആളുകൾ, നിരപരാധികൾ മരിച്ചു, എന്തുകൊണ്ട്? ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ അള്ളാഹ്ക്ക് ഓരോ സമയത്തും വന്ന് അതിൻ്റെ യുക്തിയും പ്ലാനും ഒക്കെ വിശദീകരിച്ച് തരാൻ കഴിയില്ല. അത് നമ്മൾ വിശ്വസിക്കണം. അതങ്ങനെയാണ്, അതിൽ യുക്തിയുണ്ട് എന്ന് വിശ്വസിക്കണം എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നാൽ അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയും ശേഷിയും യുക്തിയും നമുക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഖിളിർ നബിയോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നത് സൂറത്തുൽ കഹ്ഫിൽ, എന്തേ ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഖിളിർ നബി പറഞ്ഞ ഒരു മറുപടി, ഇന്നക ലൻ തസ്തതിഅ മഇ സബ്റ ഫകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. നമുക്കറിവില്ലാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അത് നിനക്ക് സഹിക്കാൻ ചിലപ്പോൾ ശേഷി ഉണ്ടാവില്ല. അത് വിശ്വസിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് ഖിളിർ നബി പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഇത്തരം ചോദ്യങ്ങളുടെ ആദാബുകൾ, ചോദ്യങ്ങളുടെ പ്രാധാന്യം, അതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാലനത്തിനും നിർമ്മാണത്തിനും ഒരുപാട് ഭാഗധേയം വഹിച്ച സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.